രാധാകൃഷ്ണനെ ജയിപ്പിക്കണം ഓപ്പൺ ആയിട്ട് പറ. സഹോദര ആ ചോദ്യത്തിന് അവിടെ ഒരുമിച്ച് നിന്ന് ഇവിടെ അത് പറയാനുള്ള ശേഷി എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. അതായത് ഭാരത് ജോഡോ യാത്ര ഈ നാട്ടിൽ 2500% സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയ അദാനിക്ക് വേണ്ടി ഈ നാടിനെ കുരുതി കൊടുക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില റോക്കറ്റ് പോലെ കയറ്റിക്കൊണ്ട് ഈ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 410 രൂപയ്ക്ക് കൊടുത്ത ഗ്യാസ് 910 രൂപയ്ക്ക് കൊടുക്കുന്നു. രാഹുൽ ഗാന്ധി കന്യാകുമാരി സഹോദര രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നിട്ടും വെടിവെക്കുന്ന നിങ്ങളുടെ നാറിയ രാഷ്ട്രീയം ഉണ്ടല്ലോ. രാഷ്ട്രപിതാവിനെ ഞാൻ പറഞ്ഞു വരട്ടെ. മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനത്തിലും അദ്ദേഹത്തിന്റെ ഫോട്ടോയിലേക്ക് വെടിവെക്കുന്ന മാതാപിതാ ഗുരുദൈവം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചോ? നിങ്ങളുടെ വിഡിത്തം മുഴുവൻ ഇവിടെ 1,00,000 വോട്ട് പോലും തികച്ചു വാങ്ങിക്കാൻ കഴിയാത്ത ഈ മണ്ഡലത്തിലെ ആള് ഇവിടെ വന്ന് ആക്രോശിക്കുകയാണ്. ജനാധിപത്യ സംസ്കാരം. ഉത്തരേന്ത്യ അല്ല സഹോദര, കേരളമാണ്. ഉത്തരേന്ത്യ അല്ലത്. ഞാൻ പറയാം, ഞാൻ കൺട്രോൾ ചെയ്യാം. ഉത്തരേന്ത്യ അല്ല. ഒരു സംവാദത്തിന് പോലും ശേഷിയില്ലാത്ത തരത്തിൽ ആക്രോശം. ഇങ്ങനെ ബഹളം വെച്ചാൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ ബഹളം വെച്ചാൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളൊന്ന് ഇരിക്കെ. ഞാൻ പറഞ്ഞോളാം, ഞാൻ നിയന്ത്രിച്ചോളാം. നിങ്ങൾ ഇരിക്കെ, ഞാൻ നിയന്ത്രിച്ചോളാം. പ്ലീസ്. യെസ് ചോദ്യത്തിന് ഞാൻ നിയന്ത്രിച്ചോളാം. ഇരിക്കെ. അല്ല ഇരിക്കെ. ഒന്ന് എല്ലാവരും പോയിരിക്കെ പ്ലീസ്. ഒന്ന് പ്ലീസ്. ഇരിക്കെ. തരാം. യെസ് ഞാൻ സംസാരിക്കും. ഞാൻ നിയന്ത്രിക്കും. ബഹളം വെച്ചിട്ട് കാര്യമില്ല. പ്ലീസ്, ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇരിക്കൂ. എന്തിനാണ് തർക്കം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ആരോഗ്യകരമായിട്ടുള്ള സംവാദം. ഞാൻ നിയന്ത്രിച്ചോളാം. നിങ്ങൾ ഇരിക്കൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇരിക്കെ.